ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വർക്കല ട്രെയിൻ ആക്രമണത്തിൽ ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ടത് സുരേഷ് കുമാർ തന്നെ. CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൂട്ടുകാരിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ N. വാസു കൂടുതൽ കുരുക്കിലേക്ക്. പങ്ക് വ്യക്തമായി SIT. കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് പുറത്ത്. ചെമ്പ് പാളികൾ എന്ന് മാത്രം എഴുതിയത് വാസുവിന്റെ അറിവോടെയെന്ന് റിപ്പോർട്ട്. PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കും. കത്തിന്റെ കരട് മുഖ്യമന്ത്രി പരിശോധിക്കും. ഫയൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കൽ. സർവശിക്ഷ അഭിയാനിൽ കേരളത്തിന് അർഹമായ ഫണ്ട് നൽകുമെന്ന് കേന്ദ്രം. ഛത്തീസ്ഗഡിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 6 മരണം. ബിലാസ്പൂരിൽ കൂട്ടിയിടിച്ചത് പാസഞ്ചറും ഗുഡ്സ് ട്രെയിനും. പാളം തെറ്റിയത് നിരവധി കോച്ചുകൾ. അവാർഡ് പ്രഖ്യാപനത്തിന് പിറകെ ആളിക്കത്തി വിവാദം. പ്രകാശ് രാജിന്റെ പരാമർശം രാഷ്ട്രീയ പ്രേരിതമെന്ന് വിമർശനം. വേടന് പുരസ്കാരം നൽകിയതിലും കടുത്ത എതിർപ്പുമായി പ്രമുഖർ. വിവാദങ്ങൾ കയ്യടിക്ക് വേണ്ടിയെന്ന് മന്ത്രി. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ ചാടിപ്പോയതിൽ തമിഴ്നാട് പോലീസ് സംശയനിഴലിൽ. ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ വ്യക്തത തേടി കേരള പോലീസ്. ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് തുടരുന്നു. ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി ജയത്തിലേക്ക്. മംദാനിയെ ജയിപ്പിച്ചാൽ ഫെഡറൽ വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണിയുമായി ട്രംപ്. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. പ്രതി സുരേഷ് കുമാർ റിമാൻഡിലാണ്. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പോലീസിന് ലഭിച്ചു. സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിയിടുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വർക്കലയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് അക്രമിയുടെ ചവിട്ടേറ്റ് തെറിച്ചു വീണതിനെ തുടർന്ന് ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 19 വയസ്സുകാരിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഇപ്പോഴും പെൺകുട്ടി തുടരുന്നത്. ഡോക്ടർമാരുടെ കർശന നിരീക്ഷണത്തിലാണ് ഈ പെൺകുട്ടിയുള്ളത്. ബോധം വീണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമൊന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്ന് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ ആന്തരിക രക്തസ്രാവമാണ് ഒരു വെല്ലുവിളിയായി നിലനിന്നത്. തലയിലും അതോടൊപ്പം മറ്റ് ശരീരഭാഗങ്ങളുമേറ്റ മുറിവാണ് ഈ ആരോഗ്യ സ്ഥിതി അല്പം വഷളാക്കുകയും കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമൊക്കെ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചത്. പിന്നീട് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ഒരു സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ശരീരത്തിൽ ചതവ് ഏറ്റിട്ടുണ്ട്, ആഴത്തിൽ ചതവ് ഏറ്റിട്ടുണ്ട്. തലച്ചോറിലടക്കം ഈ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ഈ പെട്ടെന്നുണ്ടായ വീഴ്ചയിൽ. എന്തായാലും വൈകാതെ തന്നെ ആരോഗ്യനിലയിലൊരു നല്ല മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ സംഘം. അതിനിടെ പ്രതി സുരേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും വർക്കലയിൽ ഉൾപ്പെടെ എത്തിച്ച് ഈ സംഭവ സ്ഥലത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുക. മുൻ ദേവസ്വം കമ്മീഷണറും ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N. വാസുവിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് പുറത്ത്. ശബരിമല കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് മാത്രം എഴുതിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന 3-ാം പ്രതി വാസുവിന്റെ അറിവോടെയാണെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. വാതിൽപ്പാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടി നടത്തിയ അപേക്ഷയിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ. ശബരിമലയിലെ വാതിൽപ്പാളിയിലെ 409 ഗ്രാം സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട കോടതിയിൽ
കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലാണ് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന, അതായത് 2019 മാർച്ച് 19 ദേവസ്വം കമ്മീഷണറുടെ ചുമതലയിലുണ്ടായിരുന്ന എൻ വാസുവിനെതിരെ ഉൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങുന്ന കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, ഈ വാതിൽപ്പാളി, അതായത് 42.100 ഗ്രാം ഭാരമുള്ള ഈ വാതിൽപ്പാളി, ആ വാതിൽപ്പാളി ചെമ്പ് കൊണ്ടുള്ള വാതിൽപ്പാളിയായിരുന്നു. ആ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയായിരുന്നു. അതിലെ സ്വർണം പൊതിഞ്ഞത് എന്ന പരാമർശം ഒഴിവാക്കി ചെമ്പ് എന്ന് മാത്രം എഴുതിയത് മൂന്നാം പ്രതിയായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുടെ അറിവോടെ എന്നാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിശദമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 2019 മാർച്ച് മാസം 19-ാം തീയതി ഇങ്ങനെയൊരു ഉത്തരവ് ഇട്ട എൻ വാസു 2019 മെയ് മാസത്തിലാണ് അവിടെ നിന്ന് ഇത് ഇളക്കി മാറ്റുന്ന തരത്തിലേക്ക്, അതായത് ഈ വാതിൽപ്പാളി ഇളക്കി മാറ്റി അത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് കൃത്യമായി അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ അറിവോടെയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ എൻ വാസുവിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് ബന്ധമുള്ളത് എന്ന് വ്യക്തമാകുമെന്ന നിഗമനത്തിലാണ് SIT. PM ശ്രീ പദ്ധതി ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഉടൻ കത്തയക്കും. കത്തിന്റെ കരട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കത്ത് നൽകുക. CPIക്ക് പുറമെ CPM സംസ്ഥാന കമ്മിറ്റിയിലും ധാരണാപത്രം ഒപ്പിട്ടതിനെതിരെ വിമർശനമുയർന്നിരുന്നു. PM ശ്രീയിലെ ഇടപെടലിൽ പാർട്ടി നേതൃത്വത്തെ CPI സംസ്ഥാന കൌൺസിൽ അഭിനന്ദിച്ചു. മുന്നണിയുടെയും മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ PMC കരാറിൽ ഒപ്പുവച്ചതിൽ കടുത്ത വിമർശനമാണ്, പ്രതിഷേധമാണ് CPI ഉയർത്തിയത്. അങ്ങനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. 7-അംഗ സബ് കമ്മിറ്റിയും മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ, അതുവരെ മരവിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാനായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം. പക്ഷേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കത്ത് കേന്ദ്രത്തിന് ഇതുവരെ അയച്ചിട്ടില്ല. അധികം വൈകാതെ കത്ത് അയക്കുമെന്ന് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സ്ഥിരീകരിച്ചു. അതിന്റെ പല ഘട്ടങ്ങളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭയോഗം തീരുമാനിച്ചല്ലേ, അതിലൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ലല്ലോ. കത്തയക്കാൻ തീരുമാനിച്ചു, മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പിന്നെ പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് PMC കരാർ ഒപ്പിട്ടതിൽ CPM-ൽ വിമർശനം വന്നത്. പാർട്ടിയുടെ മുന്നണിയുടെ തീരുമാനത്തിന് വ്യത്യസ്തമായി നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇത്തരമൊരു കരാർ എങ്ങനെ ഒപ്പിട്ടെന്ന ചോദ്യമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്. വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആ വീഴ്ച ഏറ്റുപറഞ്ഞു. CPIയുടെ സംസ്ഥാന കൌൺസിലിൽ ഇന്ന് ഈ വിഷയം ചർച്ചയായി. ഭൂരിപക്ഷം നേതാക്കളും സംസ്ഥാന നേതൃത്വത്തെ അഭിനന്ദിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. മുന്നണിയുടെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗവും പറഞ്ഞത്. നേതൃത്വത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും അഭിനന്ദിച്ചു. നേട്ടത്തിൽ അഹങ്കരിക്കുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. PMC പദ്ധതി നേട്ടത്തിൽ അഹങ്കരിക്കാൻ പാടില്ല. രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാനായ നേട്ടമാണ്. അമിതമായി ആഹ്ലാദിക്കാനോ അഹങ്കരിക്കാനോ പോകരുത്, എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ചർച്ചയ്ക്ക് മറുപടിയായി ബിനോയ് വിശ്വം പറഞ്ഞു. ഒറ്റപ്പെട്ട ചില വിമർശന സ്വരങ്ങളും സംസ്ഥാന കൌൺസിൽ ഉയർന്നു വന്നു. ചർച്ച കൂടാതെ ഒപ്പിടാൻ പോയതിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന് അന്വേഷിക്കണമെന്നാണ് രണ്ട് നേതാക്കൾ ആവശ്യപ്പെട്ടത്. PMC അടക്കമുള്ള വിഷയങ്ങളിൽ CPM നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു നേതാവ് സംസ്ഥാന ഏതായാലും മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും ചില ആശങ്കകൾ CPIക്ക് ഇപ്പോഴുമുണ്ട്. ഏതായാലും അധികം വൈകാതെ കേന്ദ്രത്തെ ഈ കരാർ മരവിപ്പിക്കുന്നതെന്നറിയിച്ചുകൊണ്ടുള്ള കത്ത് അധികം വൈകാതെ കേന്ദ്രത്തിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കൈമാറും. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 6 പേർ മരിച്ചു. പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനുമാണ് കൂട്ടിയിടിച്ചത്. ബിലാസ്പൂരിലെ കത്നി സെക്ഷനിൽ ജയറാം നഗർ സ്റ്റേഷന് സമീപമാണ് അപകടം. നിരവധി കോച്ചുകൾ പാളം തെറ്റി. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ.
നിരവധി ക്രിമിനൽ കേസുകളിലെയും മോഷണ കേസുകളിലെയും പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ വ്യക്തത തേടി കേരള പോലീസ്. തമിഴ്നാട് സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. ബാലമുരുകന് ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങിട്ടിരുന്നില്ല എന്നാണ് തമിഴ്നാട് ഉദ്യോഗസ്ഥർ വിയ്യൂർ പോലീസിന് നൽകിയ മൊഴി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വിയ്യൂർ ജയിലിലെ തടവുകാരനായിരുന്ന ബാലമുരുകൻ എന്ന കൊടും ക്രിമിനൽ രക്ഷപ്പെടുന്നത്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പല കേസുകൾ, അതായത് കൊലപാതക കുറ്റം ഉൾപ്പെടെ 53 കേസുകളിൽ ശിക്ഷ വിധിക്കപ്പെട്ടാണ് ബാലമുരുകൻ ജയിലിലുള്ളത്. പല കേസുകളും തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പലതവണയായി തമിഴ്നാട്ടിലേക്ക് വിയ്യൂർ ജയിലിൽ നിന്നും ബാലമുരുകനെ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം 9:45 കൂടി തിരിച്ച് വിയ്യൂർ ജയിലിൽ എത്തിക്കുമെന്നായിരുന്നു കണ്ടീഷൻ. പക്ഷേ ഇന്നലെ ആലത്തൂരിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈവിലങ്ങ് അഴിച്ചതാണ്. അതിനുശേഷം ബാലമുരുകന്റെ കയ്യിൽ കൈവിലങ്ങ് ധരിപ്പിച്ചിരുന്നില്ല എന്നാണ് തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയാണ് ഈ ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്ന സാഹചര്യം വിയ്യൂർ ജയിലിന് സമീപത്തെത്തിയപ്പോൾ ജയിൽ വളപ്പിലേക്ക് എടുത്തു ചാടിയെന്നാണ് പറയപ്പെടുന്നത്. ജയിൽ വളപ്പിൽ നിന്നും ബാലമുരുകന്റെ ചെരുപ്പ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘത്തിൽ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടുത്തി തന്നെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പെട്ടെന്ന് വേഷം മാറി നടക്കുന്ന ആളുകൂടിയാണ് ബാലമുരുകൻ എന്നാണ് ബാലമുരുകനെ പറ്റി പറയുന്നത്. മുൻപും ഇത്തരത്തിൽ ഈ വിയ്യൂർ ജയിലിന് സമീപത്ത് വെച്ച് തന്നെ ചാടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതും ഇത്തരത്തിൽ തന്നെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു. മുൻപ് അത്തരത്തിൽ ഈ പ്രതി രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത്തരം അതീവ സുരക്ഷാ ജയിലിൽ തന്നെയാണ് ബാലമുരുകനെ താമസിപ്പിച്ചിരിക്കുന്നത്. ഈ അതീവ സുരക്ഷാ കാറ്റഗറിയിലുള്ള ഒരു പ്രതിക്ക് വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം തമിഴ്നാട് പോലീസിന്റെ മൊഴി വീണ്ടും പുനഃപരിശോധിക്കുകയാണ് കേരള പോലീസ്. ഈ ആലത്തൂരിൽ നിന്നും ആലത്തൂരിന് ശേഷം എന്തുകൊണ്ടാണ് വീണ്ടും ബാലമുരുകന്റെ കയ്യിൽ വിലങ്ങ് അണിയിക്കാതിരുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അതുമാത്രമല്ല, വിയ്യൂർ ജയിലിന്റെ സമീപത്തെത്തിയപ്പോൾ ശുചിമുറിയിൽ പോകാനാണെന്ന് ആവശ്യപ്പെട്ടാണ് ബാലമുരുകൻ ജീപ്പ് നിർത്തിച്ചതും. അതിൽ നിന്നും ഒരു പോലീസുകാരനാണ് ബാലമുരുകന് ഒപ്പം വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സമയത്താണ് ബാലമുരുകൻ രക്ഷപ്പെടുന്നത് സാഹചര്യമുണ്ടാകുന്നത്. മുൻപും ഇങ്ങനെ തന്നെ ആയിരുന്നു സംഭവിച്ചിരുന്നത്. മുൻപും ഇയാൾ രക്ഷപ്പെട്ടത് ഇങ്ങനെ 2023 സെപ്റ്റംബർ മുതൽ ബാലമുരുകൻ ഇവിടെ അതിസുരക്ഷാ തടവുകാരനായി കഴിഞ്ഞുകൂടുകയാണ്. 54 കേസുകൾ എന്ന് പറയുമ്പോൾ തനിക്കെതിരെ സാക്ഷി പറഞ്ഞ സ്ത്രീയെ വകവരുത്തിയ ചരിത്രം വരെ ബാലമുരുകനുണ്ട്. ഇത്തരം കൊടും ക്രിമിനലായിട്ടുള്ള ഒരാളെ ഏത് സാഹചര്യത്തിലാണ് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. എന്തായാലും പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട് അന്വേഷണം. പക്ഷേ ഇതുവരെയും ബാലമുരുകനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ്. പ്രത്യേകിച്ചും ഈ അതിസുരക്ഷാ കാറ്റഗറിയിലുള്ള ഒരു പ്രതി. അതുമാത്രമല്ല, അയാൾ ഏത് തരത്തിൽ, അതായത് ആളുകൾക്കിടയിൽ ചെന്ന് പെട്ടാൽ ഏത് തരത്തിൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ചാടിപ്പോയത് വലിയ ആശങ്കയാണ് കേരള പോലീസിനുണ്ടാക്കുന്നത്. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ 19-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവെച്ച് കൊന്ന കേസിൽ പ്രതി അജിൻ റെജിൻ മാത്യു കുറ്റക്കാരൻ. പത്തനംതിട്ട അയ്യൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിലാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയുടെ വിധി. 2019 മാർച്ച് 12-ന് തിരുവല്ലയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സഹപാഠിയായിരുന്ന കവിത പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് പ്രതിയായ അജിൻ റജി പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കത്തികൊണ്ട് കുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. 70%-ലധികം പൊള്ളലേറ്റ പെൺകുട്ടി 2 നാൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു. പ്രതി അജിന്റെ കൈകാലുകൾ കെട്ടിയാണ് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചത്. പെൺകുട്ടിയുടെ മരണമൊഴി കേസിൽ നിർണായകമായി. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും പ്രതിക്കെതിരായി കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. പെട്രോൾ പമ്പിൽ നിന്നുള്ള സാക്ഷികൾ, അതോടൊപ്പം തന്നെ പ്രതി ATM കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുത്തത് 250 രൂപ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ ഒക്കറൻസ് കൃത്യസ്ഥലത്തു നിന്നുള്ള CCTV ഫുട്ടേജ്, അതിൻ്റെ ആ CCTV ഫുട്ടേജിൽ കാണുന്നത് പ്രതിയാണെന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പിന്നെ പട്ടാപ്പകൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. അന്ന് കുഞ്ഞ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോട്ട് കോളേജിലോട്ട് പോയി. ബസ് ഞങ്ങളോട് പറഞ്ഞ അവൻ്റെ ആക്സിഡൻറ്റ് പറ്റിയെന്നാണ്. ചെന്നപ്പോൾ എല്ലാം ഇങ്ങനെ എനിക്കറിയത്തില്ല.
ഇപ്പൊ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞല്ലോ, ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മള് പരമാവധി ശിക്ഷ. കൂട്ടുകാർ കൊടുക്കണം ഞാൻ പറയുന്നത്. അവരുടെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. തിരുവല്ല സ്വദേശിയായ പ്രതി അജിനും കൊല്ലപ്പെട്ട കവിതയും മുൻപ് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരായിരുന്നു. പ്രതി അജിനുള്ള ശിക്ഷ മറ്റന്നാൾ വിധിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തെ ചൊല്ലി വിവാദം തുടരുന്നു. ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകാത്തതും അവാർഡ് പ്രഖ്യാപന വേദിയിൽ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് നടത്തിയ ചില പരാമർശങ്ങളുമാണ് ചർച്ചയാവുന്നത്. എന്നാൽ അവാർഡിനെതിരെ ഉയർന്ന ആരോപണങ്ങളെയെല്ലാം സർക്കാർ തള്ളി. ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകാത്തതിനെതിരെ ദേവനന്ദ എന്ന ബാലതാരവും രംഗത്ത്. And I'm so happy to be a jury chairman of Kerala, because when they called me, they said, we need an outsider who's experienced and we will not poke our hands into it and then we will let you take a decision. You know, that is not happening in the national awards, and we see it when files and piles are getting awards. We know what is it. And I think if such sort of a jury and such of a national government, they don't deserve Mamuka. പ്രകാശ് രാജിന്റെ ഈ പരാമർശമാണ് വിവാദമാകുന്നത്. മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട അവാർഡാണെങ്കിലും അതിനെ ദേശീയ അവാർഡ് ജൂറിയുമായി കൂട്ടിക്കെട്ടിയതാണ് വിമർശനത്തിന് കാരണം. ദേശീയ അവാർഡ് പ്രത്യേക താൽപര്യത്തിലാണ് നൽകുന്നതെന്നുള്ള സംസ്ഥാന അവാർഡ് ചെയർമാന്റെ വിമർശനം അദ്ദേഹം പിന്തുടരുന്ന രാഷ്ട്രീയമാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് ഉയരുന്ന എതിർപ്പ്. വേടന് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് നൽകിയതും ഇതോടൊപ്പം വിമർശന വിഷയമാകുന്നു. ഒരു കവിത എന്നൊക്കെ പറയുമ്പോൾ ധാരണകളുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന പോലെ കുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതയാണ്, കുഞ്ചന്റെ തുള്ളലിന് മണികൊട്ടിയ കവിതയാണ്. അത്രയ്ക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആസ്വാദകരുടെ മനസ്സിലേക്ക് ഒരു വെള്ളിടി വെട്ടത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനമാകാതെ നോക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അതേസമയം അവാർഡ് നിർണയത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും പ്രതിഫലിച്ചില്ലെന്നായിരുന്നു സിനിമാ അവാർഡ് പ്രാഥമിക ജൂറി അംഗം VC അഭിലാഷിന്റെ പ്രതികരണം. എന്റെ അറിവിൽ ഞാൻ പ്രാഥമിക ജൂറി അംഗമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഫൈനൽ ജൂറിയിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം, എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു തരത്തിലും ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള സ്വാധീനമോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വതന്ത്ര സിനിമകൾക്ക് ഒട്ടും പ്രാധാന്യം കിട്ടിയില്ലെന്ന വിമർശനവുമായി സംവിധായിക ശ്രുതി ശരണ്യവും രംഗത്തെത്തി. കുട്ടികളുടെ സിനിമകളെ അവഗണിച്ചതിനെതിരെ ബാലതാരം ദേവനന്ദയും വിമർശനമുന്നയിച്ചു. കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയെന്നും ദേവനന്ദ. എന്നാൽ സിനിമാ അവാർഡിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ എല്ലാം തള്ളിക്കളയുകയാണ് മന്ത്രി സജി ചെറിയാൻ. വിവാദങ്ങൾ കയ്യടിക്ക് വേണ്ടി മാത്രമുള്ളതെന്നാണ് മന്ത്രിയുടെ പരാമർശം. ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. ആ കാര്യത്തിൽ നിലപാടെടുക്കും. ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു കൂട്ടി ഇവര് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ, അത് ഒരു കുറവല്ല, പല കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് നടപടിയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നെഹ്റു ഗാന്ധി കുടുംബത്തെ ഉന്നമിട്ട് ശശി തരൂർ എഴുതിയ ലേഖനത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ. രക്തസാക്ഷിയായി പാർട്ടിക്ക് പുറത്തു പോകാനുള്ള തന്ത്രമാണിതെന്ന് ഉണ്ണിത്താൻ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ വെട്ടിലാക്കാനുള്ള നീക്കമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ലേഖനം BJP ആയുധമാക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുകയാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തെ, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കുടുംബാധിപത്യം ചർച്ചയാക്കുന്ന തരൂരിന്റെ ഇപ്പോഴത്തെ നീക്കത്തോട് കരുതലോടെ പ്രതികരിക്കുക എന്ന തീരുമാനമായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് 2 തെരഞ്ഞെടുപ്പുകളാണ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തരൂരിനെ ഉടക്കി മുന്നോട്ട് പോകേണ്ട എന്നതായിരുന്നു നിലപാട്. അതുകൊണ്ട് VD സതീശനടക്കമുള്ള നേതാക്കൾ ഇന്നലെ പ്രതികരിച്ചതുമില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രതിഷേധം പുറത്തേക്ക് വരികയാണ്. പ്രത്യേകിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ കടുത്ത ഭാഷയിലാണ് തരൂരിനെതിരെ രംഗത്തെത്തിയത്. രക്തസാക്ഷി പരിവേഷവുമായി പാർട്ടി വിട്ടു പോകാനുള്ള തരൂരിൻ്റെ തന്ത്രമാണ്. തന്നെ പോലെയുള്ളവർ എങ്ങനെ പാർട്ടിയിൽ തുടരുമെന്ന ചോദ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നോട്ട് വയ്ക്കുന്നു. പുള്ളി ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നെഹ്റു കുടുംബം മാത്രമാണ്. സകല അതിർ വരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ് ശശി തരൂർ.
സകല ലക്ഷ്മണ രേഖകളും ലംഘിച്ചിരിക്കുകയാണ്. 2 തെരഞ്ഞെടുപ്പുകൾ വിളിപ്പാട് അകലെ വന്ന് നിൽക്കുമ്പോൾ, കേരളത്തിൽ മാത്രം ബീഹാറിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇതിന്റെ അനുരണങ്ങൾ ഈ ബീഹാർ അടക്കം അതുപോലെ തന്നെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രതിഫലിക്കുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തരൂരിന്റെ ലേഖനവും നിലപാടുകളും ദേശീയ തലത്തിലും വലിയ ആയുധമാണ് BJPക്ക്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം ഇത് BJP ഉന്നയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ലേഖനത്തിൽ പരാമർശിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ലാലു പ്രസാദ് യാദവിനെയും തേജസ്വി യാദവിനെയും അടക്കമാണ് ഇക്കാര്യത്തിൽ തരൂർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന വാദം BJP ഉയർത്തുകയാണ്. Dr. Tharoor has spoken a truth. It is an eternal truth that Congress is a first family bastion. It is a company of the first family. And I'm just praying and hoping that there is no repercussions that Dr. Tharoor faces because of such truth spoken to the nepo kid of politics, Mr. Rahul Gandhi, and also to the nepo kid of Bihar, Mr. Tejaswi Yadav. കടുത്ത പ്രതിസന്ധിയാണ് കോൺഗ്രസിന് മുന്നിൽ വിഷയത്തിൽ ഉണ്ടാവുന്നത്. ദേശീയ നേതൃത്വത്തിനടക്കം ഈ വിഷയത്തിൽ തരൂരിനെതിരെ വലിയ അതൃപ്തി ഉണ്ടെങ്കിലും അവരും പരസ്യ നീക്കത്തിന് തൽക്കാലം തയ്യാറായിക്കില്ല. ശശി തരൂരിന്റെ അഭിപ്രായത്തിൽ മറുപടി പറയാൻ ആളല്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ, അവർ കൈകാര്യം ചെയ്യും. ഞങ്ങളൊക്കെ ചെറിയ സംസ്ഥാന ജില്ലാ തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു. ലെറ്റ് ദം ഡിസൈഡ്. ശരി, താങ്ക് യു. അദ്ദേഹം അഖിലേന്ത്യാ നേതാവ്. അതിന്റെ അപ്പുറത്തും ഒരു തിരക്കുമില്ല. ആർക്കാ തിരക്ക്? ചന്ദ്രന്റെ തിരക്ക് തീർന്നല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. 48 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് പദയാത്രയും തുടങ്ങി. BJPയുടെ പദയാത്ര നാളെ തുടങ്ങും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഭരണം നിലനിർത്താമെന്നുമുള്ള പ്രതീക്ഷയാണ് CPM പങ്കുവയ്ക്കുന്നത്. തുടർച്ചയായി ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. 2010 വരെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ 2010 40ഓളം സീറ്റ് നേടിയ കോൺഗ്രസ് പിന്നീട് നേരെ താഴെ പോവുകയായിരുന്നു. 15 ആകുമ്പോൾ അത് പകുതിയായി കുറഞ്ഞു. 21 വാർഡുകളിലേക്ക് എത്തി. 2020 ആകുമ്പോൾ അത് 10 വാർഡുകൾ ചുരുങ്ങുകയായിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് അതിശക്തമായ പോരാട്ടം നടത്തുമെന്ന സൂചന നൽകിയാണ് ശബരിനാഥനെ, മുൻ MLA ശബരിനാഥനെ KPCC ജനറൽ സെക്രട്ടറി മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആദ്യമേ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചവർ പ്രചരണരംഗത്തും സജീവമായി കഴിഞ്ഞു. നിയമമണ്ഡലത്തിൽ നിന്ന് മുരളീധരൻ നയിക്കുന്ന യാത്രയും ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഭരണം പിടിച്ചെടുക്കാം എന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്തവണ UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അത് UDF ഈ രീതിയിൽ രംഗത്തിറങ്ങും മുമ്പ് നേരിട്ടുള്ള LDF CPM BJP പോരാട്ടമാകും നഗരസഭാ ഭരണത്തിന് വേണ്ടി എന്ന സൂചനകളാണ് ആദ്യമൊക്കെ, ആ പ്രതീതിയാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ കോൺഗ്രസ് ഇറങ്ങിയതോടുകൂടി ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന പ്രതീതി ഇപ്പോൾ പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും CPM വലിയ ആത്മവിശ്വാസത്തിലാണ്. 51 സീറ്റ് കഴിഞ്ഞ തവണ നേടിയിരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ BJP വാർഡ് പിടിച്ചെടുത്തു. അങ്ങനെ ഇത്തവണ ഭരണം നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് CPM ഇടതു മുന്നണിയും ഉള്ളത്. 2 ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. ഒരു തരത്തിലും ആശങ്കയില്ല, ഭരണം നിലനിർത്തുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് CPM നേതാക്കൾ. കോർപ്പറേഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ ഈ കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം മഹാഭൂരിപക്ഷ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരിച്ചിട്ടുള്ളത്. അത് ആവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് 26-ലധികം വരുന്ന ദേശീയ അന്തർദേശീയ അവാർഡ് വാങ്ങി ആർക്കും വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി പോലുമില്ലാതെ ഇത്രയും നന്നായി ഒരു അഴിമതി ആരോപണമില്ലാത്ത കോർപ്പറേഷൻ ജനങ്ങൾ LDFനല്ലാതെ ആർക്കോട്ട് ചെയ്യും. LDF തന്നെ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏത് നേതാവിനെ കൊണ്ട് അണിനിരത്തിയാലും BJP കോൺഗ്രസ് അണിനിരത്തിയാലും LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് കഴിവുള്ള, ശേഷിയുള്ള, പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. BJP ആകട്ടെ കഴിഞ്ഞ 2 തവണയും ഭരണം പിടിക്കുമെന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പാർട്ടിയാണ്. പക്ഷേ 2 തവണയും അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഇത്തവണ ഏതായാലും നഗരഭരണം പിടിച്ചെടുക്കും. അമിത്ഷായുടെ നേരിട്ടുള്ള നിരീക്ഷണമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഓരോ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന വലിയ പ്രതീക്ഷ BJPക്കും ഉണ്ട്. അവർ ഇതിനകം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, നേമത്തു നിന്നും മറ്റു നേതാക്കളായ V മുരളീധരനും S സുരേഷും അതുപോലെ തന്നെ DGP ശ്രീലേഖയും ഒക്കെ
മറ്റു മണ്ഡലങ്ങളിൽ നിന്നും യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഈ പ്രകടന പത്രികയിലേക്കുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കലാണ്. പ്രവർത്തകരെ ആകെ ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്തിയെടുക്കുകയാണ് BJPയുടെ യാത്രകളുടെ ലക്ഷ്യം. ഏതായാലും വലിയ തർക്കങ്ങൾ BJPയിൽ ഇപ്പോഴുണ്ട്. ജയിക്കാനാവുന്ന സീറ്റുകളിൽ പലരും അവകാശവാദവുമായി ഒന്നിലധികം പേർ രംഗത്തുണ്ട്. VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാകും ഒരുപക്ഷെ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുക. കവടിയാറിൽ ഒരുപക്ഷെ രാജേഷ് മത്സരിച്ചാൽ അവിടെ ഒരു ഗ്ലാമർ പോരാട്ടമായി ശബരിനാഥ് രാജേഷ് പോരാട്ടമായത് മാറുകയും ചെയ്യും. ഏതാണ്ട് ഒരു വോട്ടിനാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നത്. ഏതായാലും BJPയും വലിയ പ്രതീക്ഷയിലാണ്. തിരുമലാനിൽ കൌൺസിലറുടെ ആത്മഹത്യയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാണ്. അതവർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക ചില കേന്ദ്രങ്ങൾ ഉയർത്തുണ്ടെങ്കിൽ പോലും BJPയും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞു. അങ്ങനെ മൂന്ന് മുന്നണികളും അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ തലസ്ഥാന നഗരഭരണം പിടിക്കാൻ അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കൊല്ലത്തും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. 13 പേരെയാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. മുൻ കൌൺസിലറും INTUC ജില്ലാ അധ്യക്ഷനുമായ AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. കൊല്ലം കോർപ്പറേഷനിൽ ആകെ 56 സീറ്റുകളാണുള്ളത്. ഇതിൽ 26 സ്ഥാനാർത്ഥികളെ ഇതിനോടകം നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും ശേഷിക്കുന്നവരെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും VS ശിവകുമാർ അറിയിച്ചു. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ സൌഹാർദ്ദപരമായി മുന്നോട്ടു പോവുകയാണെന്നും ഇത്തവണ ചരിത്രം തിരുത്തി UDF ഭരണം ഉറപ്പാക്കുമെന്നും ശിവകുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടികൾക്ക് തുടക്കം. BLOമാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള വിവരശേഖരണത്തിനാണ് തുടക്കമായത്. അടുത്ത മാസം 4-ാം തീയതി വരെയാണ് വിവരശേഖരണം. ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടെ ഭാഗമാക്കി SIR ബോധവൽക്കരണ ക്യാമ്പയിൻ ശക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല തരത്തിലുള്ള സഹകരണമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U ഖേൽക്കർ പറഞ്ഞു. നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ നല്ല വിധത്തിലുള്ള ഒരു സഹായം സഹകരണം ജനങ്ങളുടെ ഭാഗത്തിന് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ BLOമാർ വീട്ടിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തിന് നല്ലവിധ സഹായം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നമ്മുടെ ജില്ലാ കളക്ടർമാരുടെ ഒരു യോഗം ഉച്ചയ്ക്കുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും നല്ലവിധ സഹായം എല്ലാ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. SIRന്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടൻ മധുവിന്റെ വസതിയിലെത്തി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് നടൻ മധു പറഞ്ഞു. വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടക്കുകയാണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. ആ ക്രിയയിൽ വോട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടതൊരു ആവശ്യമാണ്, ചെയ്യേണ്ടതൊരു കടമയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് മുതിർന്നവരോടാണ്. അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്തവരും അവർക്കൊന്നും ചെയ്യാനില്ലാത്ത ഭാവമുള്ള കുറേ പേരെങ്കിലും ഉണ്ട്. അവരോടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം, സഹകരിക്കണം. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. നെല്ല് സംഭരണം ഇത്രയും വൈകാൻ കാരണം സർക്കാർ എന്ന വിമർശനവുമായി മില്ലുടമകൾ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിന് ശേഷം മന്ത്രിമാർ ആരും വിളിച്ചില്ല. ഔട്ട് ഏൺ റേഷ്യോ 64.5% കുടിശ്ശികയും നൽകണമെന്ന മില്ലുടമകളുടെ യോഗത്തിലെ തീരുമാനം സർക്കാരിനെ അറിയിച്ചിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും മില്ലുടമകൾ പ്രതികരിച്ചു. കുട്ടനാടാരും നെല്ലൊന്നും എടുത്തിട്ടില്ല. ഒരു വ്യക്തിക്ക് ലൈസൻസും ഇല്ല, അവന് ബാങ്ക് ഗ്യാരണ്ടിയില്ല, ഒന്നുമില്ലാതെ കുറച്ച് നെല്ല് വാശിക്ക് ഒരു മില്ലുകാരൻ കുറച്ച് നെല്ലെടുത്തിട്ടുണ്ട്. കുറച്ച് നെല്ല് അവൻ ഇന്ന് നൃത്തം ചെയ്തു, എടുക്കുന്നില്ല. ഞങ്ങൾ ഒരു സമരവും ഇല്ല. ഞങ്ങൾക്ക് ഈ മുൻകാലത്ത് തന്നത് ഞങ്ങൾക്ക് തരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുത്തി ചർച്ച ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിളിച്ച് സംസാരിച്ചത് 66 രൂപയ്ക്ക് തരുന്നു. 64 രൂപ കിട്ടിയാൽ തന്നെ ഈ മില്ല് നിലനിൽക്കില്ല. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയുന്നു, ഞാൻ 4-5 മില്ല് നടത്തിയ ആളാണ്. 83 കോടി രൂപ എൻ്റെ ഇത് പോയപ്പോൾ ഞാൻ സപ്ലൈക്കൊന്നും എടുക്കുന്നില്ല. എടുക്കാത്തതിന് കാരണം മുതലാവില്ല. സത്യസനമായി ഇനിയുള്ള കാലം പഴയ റേഷൻ കച്ചവടമല്ല, കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ നെല്ലിൻ്റെ അരി തിരിച്ച് നല്ല രീതിയിൽ കൊടുക്കണമെങ്കിൽ നല്ല നെല്ല് കിട്ടണം. ക്വാളിറ്റി കിട്ടുന്നില്ല. അതുപോലെ GST ഞങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കൂലിക്ക് പണിയുന്നതാ. അത് പാലക്കാടുള്ള ഒരുപാട് മില്ലുകാർക്ക് 3 കോടി 8 കോടിയൊക്കെ GST എഴുതി വെച്ചിരിക്കുക. ഇപ്പം അതിനൊക്കെ 30 ലക്ഷം 40 ലക്ഷം കൊടുത്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.
വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ കൂലി കൂട്ടി കിട്ടണം, ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടിംഗ് കാശ് കിട്ടണം. മുൻകാലത്ത് ആ 64 കിലോ ഞങ്ങൾ 1 കിൻഡൽ നെല്ലെടുത്താൽ അരി തിരിച്ച് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കൊരു സമരമോ പ്രശ്നമോ ഒന്നുമില്ല. ഇന്ന് പറഞ്ഞാൽ 46 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃഷിക്കാരെ സഹായിക്കുന്നത് പോലെ കൃഷിക്കാർക്ക് എന്തോരം വേണമെങ്കിലും കൊടുത്തോട്ടെ, അവരെ സഹായിക്കണം. അവരാണ് നമ്മുടെ നട്ടല്, അവരാണ് കൃഷി ചെയ്ത് നമുക്ക് നെല്ല് തരുന്നത്. അവരെ നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ കടങ്ങൾ കയറിക്കൊണ്ട് പോകാതെ ഞങ്ങളെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മുൻകാലത്ത് കൊടുത്തത് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഞങ്ങൾക്ക് എല്ലാ ഒരു സൗകര്യം ഗവൺമെൻറ് ഉണ്ടാക്കി തന്നാൽ നാളെ മുതൽ ഞങ്ങൾ നെല്ലെടുത്ത് മാറ്റും. എന്നാൽ മില്ലുടമകളെ തള്ളി മന്ത്രി GR അനിൽ രംഗത്തെത്തി. കർഷകരെയും സർക്കാരിനെയും തമ്മിൽ തെറ്റിക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. എന്ന് പറയുന്ന സ്റ്റേഷന് സമീപം ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. വൈകുന്നേരം 4 മണിയോടുകൂടി നിർത്തിയിട്ടിരുന്ന ട്രെയിനിലേക്ക് ഈ മെമു ട്രെയിൻ, അതായത് കോർബ പാസഞ്ചർ എന്ന് പറയും, ഈ കോർബ പാസഞ്ചർ നേരെ ഇടിച്ചു കയറുകയായിരുന്നു. അതായത് ഇവിടുത്തെ സിഗ്നൽ സംവിധാനത്തിലെ പാളിച്ചകളാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. എന്തായാലും നിരവധി പേർ മരിച്ചിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ സംഭവം ഉണ്ടായി ഉടൻ തന്നെ ഇന്ത്യൻ റെയിൽവേ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷവും അതുപോലെ ഗുരുതരമായി പരിക്കേറ്റവർക്ക് 5 ലക്ഷവും നിസാര പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു. എന്നാൽ അത് പോരല്ലോ, കാരണം ഇത്തരത്തിലൊരു അപകടം, വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ട് സിഗ്നൽ സംവിധാനങ്ങളിൽ എന്തൊക്കെയാണ് പാളിച്ചകൾ ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും പരിശോധിക്കാനുമായിട്ടുള്ള കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ കീഴിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ 2025 മാത്രം 3 അപകടങ്ങളാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ 4ാമത്തെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. അത് പാസഞ്ചർ ട്രെയിനാണ്. പാസഞ്ചർ ട്രെയിൻ വൈകുന്നേരം 4 മണിക്ക്. ഇത് ഗെവ്രയിൽ നിന്ന് ബിലാസ്പൂരിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനാണ്. ഇതിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ 6 പേർ മരിച്ചു എന്നതുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു. നിലവിൽ അവിടെ ഈ ആളുകളെ രക്ഷിക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ട്രെയിൻ ഓടി വന്നിട്ട് അവിടെ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിൽ ഇടിച്ചു കയറുകയും ഈ ട്രെയിനിൻ്റെ ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ ഒരു കോച്ച് മറ്റേ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതുപോലെ പുറകെ നിന്നുള്ള കോച്ചുകളെല്ലാം പാളം തെറ്റിയ ഒരു സ്ഥിതി കൂടിയുണ്ട്. വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്, നിലച്ചിരിക്കാതെ ഉണ്ടായ ഒരു സംഭവമാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്താണ് ഉണ്ടായതെന്നുള്ളത് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് സിഗ്നൽ സംവിധാനത്തിലെ പാളിച്ചകൾ എന്നാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കൂടി കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ കീഴിൽ വരുന്ന അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകും. എന്തായാലും പ്രധാനമന്ത്രി അടക്കം റെയിൽവേ മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തി, അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ ധനസഹായവും അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്രീജ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ചൈനീസ് അതിർത്തിക്കടുത്ത് സൈനിക അഭ്യാസം നടത്താൻ ഇന്ത്യൻ സേനകൾ തയ്യാറെടുക്കുന്നു. പൂർവ്വ പ്രചണ്ഡ് പ്രഹർ എന്ന് പേരിട്ടിരിക്കുന്ന അഭ്യാസം നവംബർ 11 മുതൽ 15 വരെ അരുണാചലിലെ മെച്ചൂക്കയിൽ നടക്കും. പാകിസ്ഥാൻ അതിർത്തികൾക്കടുത്ത് ഗുജറാത്ത് തീരവും പടിഞ്ഞാറൻ രാജസ്ഥാനിലും തൃശൂർ എന്ന പേരിൽ അഭ്യാസം നടത്തിവരുന്നതിനിടെയാണ് ചൈനീസ് അതിർത്തിയിലും കരുത്ത് തെളിയിക്കാൻ ഇന്ത്യ ഇറങ്ങുന്നത്. വിവരങ്ങൾ അഭിലാഷ് തന്നെ നൽകും. അഭിലാഷ്, വളരെ തന്ത്രപ്രധാനമായ ഒരു നീക്കത്തിലേക്കാണ് സൈന്യം കടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? ശ്രീജ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് ഇന്ത്യൻ സൈനിക നേതൃത്വം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നത്, ലോകത്തെ യുദ്ധങ്ങൾ മാറുന്നു, യുദ്ധതന്ത്രങ്ങൾ മാറുന്നു, അതിൻ്റെ രീതികൾ മാറുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും വളരേണ്ടതുണ്ട്, നമ്മുടെ രീതികൾ മാറ്റേണ്ടതുണ്ട് എന്ന് അന്ന് തന്നെ ഇന്ത്യൻ സൈനിക നേതൃത്വങ്ങൾ പറഞ്ഞിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശ്ശൂർ എന്നും പ്രചണ്ഡ് പ്രഹർ എന്നുള്ള പേരിൽ മറ്റൊരു പൂർവ്വ പ്രചണ്ഡ് പ്രഹർ എന്ന പേരിൽ ഒരു സൈനിക അഭ്യാസം നടത്തുന്നത്. ഈ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൃശ്ശൂർ നടത്തുന്നത് ഇന്ത്യ പാക് അതിർത്തിയായിട്ടുള്ള ഗുജറാത്ത് തീരത്തും അതുപോലെ പടിഞ്ഞാറൻ രാജസ്ഥാനിലുമാണ് നടത്തുന്നത്. അതേസമയം പൂർവ്വ പ്രചണ്ഡ് പ്രഹർ നടത്തുന്നത് അരുണാചൽ പ്രദേശിലെ മെച്ചൂക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ മെച്ചൂക്കയും ചൈനീസ് അതിർത്തിയും തമ്മിൽ കേവലം 30 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ, ഇന്ത്യയുമായി അത്ര രസത്തിലല്ലാത്ത 2 രാജ്യങ്ങൾ, ഈ 2 രാജ്യങ്ങൾ അതിർത്തിയിൽ ഇന്ത്യ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ 2 സ്ഥലങ്ങളും തിരഞ്ഞെടുത്തതിൽ ഇന്ത്യൻ ആർമി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ സേന പറയുന്നത്, 2 സ്ഥലങ്ങളിലും വിവിധ പ്രതലങ്ങളാണ്. അവിടെ കടലുണ്ട്,
കരയുണ്ട്, മരുഭൂമിയുണ്ട്, അതുപോലെ തണുത്ത പ്രദേശങ്ങളുണ്ട്, ഉയരത്തിലുള്ള മലനിരകളുണ്ട്. ഈ എല്ലാ പ്രതലങ്ങളിലും ഇന്ത്യൻ സേന അവരുടെ ശക്തി എങ്ങനെയാണെന്ന് പരീക്ഷിക്കാനും അത് തെളിയിക്കാനുമാണ് ഇറങ്ങുന്നത്. അതിൽ കര, നാവിക, വായുസേന 3 സേനകളും അതുപോലെ ഇതിനു പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാങ്കേതിക വിദ്യകൾ തുടങ്ങിയിട്ടുള്ള വാർഫെയർ, അതായത് സൈബർ വാർഫെയർ അടക്കമുള്ള കാര്യങ്ങൾ ഈ സൈനിക അഭ്യാസങ്ങളിൽ പരീക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നവംബർ 11 മുതൽ 15 വരെയാണ് പൂർവ്വ പ്രചണ്ഡ് പ്രഹർ നടക്കുക മെച്ചൂക്കിൽ, അരുണാചൽ പ്രദേശിലെ മെച്ചൂക്കിൽ. അതേസമയം ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് തൃശൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃശൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തൃശൂരിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു തർക്കത്തിൽ പെട്ടുകിടക്കുന്ന സർക്രിക് നദിയിലും ഇന്ത്യ പരീക്ഷണങ്ങളും അഭ്യാസങ്ങളും നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ചൈനയും പാകിസ്ഥാനും വളരെ കർശനമായി തന്നെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനങ്ങൾ. എല്ലാ മേഖലയും പ്രധാനപ്പെട്ട INS വിക്രാന്ത്, INS ജ്വാല, അതുപോലെ പ്രധാനപ്പെട്ട 40ഓളം യുദ്ധവിമാനങ്ങൾ, ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സസ് അടക്കം ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട് അതായത് നിരവധി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, ഡ്രോൺസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഇന്ത്യ ഇനി ഏതൊരു ആക്രമണത്തിനും ഇങ്ങോട്ട് ഉള്ള ഏതൊരു കടന്നുകയറ്റത്തിനും ശക്തമായി തിരിച്ചടിക്കാൻ ഏത് സമയത്തും ഒരുക്കമാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഒരു മെസ്സേജ് കൂടി, സന്ദേശം കൂടി നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു 2 സ്ഥലത്ത് 2 ഇടങ്ങളിലായിട്ട് സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നത്. ശ്രീജ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പൂർവ്വ പ്രചണ്ഡ് പ്രഹർ എന്ന പേരിൽ ഒരു വലിയ സൈനിക അഭ്യാസത്തിന് തന്നെയാണ് ചൈനീസ് അതിർത്തിക്കടുത്ത് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തയ്യാറെടുക്കുന്നത്. നവംബറിലാണ് ഇത് നടക്കുന്നത്. നവംബർ 11 മുതൽ 15 വരെ അരുണാചലിലെ മെച്ചൂക്കയിലായിരിക്കും ഈ സൈനിക അഭ്യാസം നടക്കുക. നേരത്തെ തൃശൂർ നടക്കുന്നുണ്ടായിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ ചൈനീസ് അതിർത്തിയിൽ ഇങ്ങനെ ഒരു സൈനിക അഭ്യാസത്തിന് ഇന്ത്യ ഒരുങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ഊഴം വരെ നിശ്ചയിക്കാൻ ശേഷിയുള്ള ന്യൂയോർക്ക് മേയർ സ്ഥാനം, അവിടേക്ക് വോട്ടെടുപ്പ് തുടരുകയാണ്. എല്ലാ കണ്ണുകളും ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലേക്കാണ്. നാളെ വോട്ടെടുപ്പിന്റെ ഫലം അറിയാം. ഇന്ത്യൻ ഉഗാണ്ടൻ വംശജനായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനിയുടെ ജയം പ്രവചിക്കപ്പെട്ടതോടെ ഭീഷണിയുടെ സ്വരത്തിലാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. മംദാനിയെ ജയിപ്പിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിനുള്ള ഫെഡറൽ വിഹിതം വെട്ടിക്കുറയ്ക്കും എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. വിഹിതം കുറച്ചാൽ ന്യൂയോർക്കിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങുമെന്നായിരുന്നു മംദാനിയുടെ മറുപടി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു വിവരങ്ങളുമായി ചേർന്നു. കിരൺ, ആകാംക്ഷയോടെ ഏവരും ഉറ്റുനോക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റിനെ വിജയിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതൊക്കെ എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പക്ഷേ അതിന് തെല്ലും വകവയ്ക്കാതെയാണ് മംദാനിയുടെ മറുപടിയുള്ളത്. അത് ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണെന്ന്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ ഈ പോരിലേക്കും വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ന്യൂയോർക്ക് സിറ്റി മേയറുടെ തെരഞ്ഞെടുപ്പ് അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ഊഴവുമായി കൂടി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 34 വയസ്സു മാത്രമുള്ള ഇന്ത്യൻ വംശജനായ അടിമുടി ട്രംപിന്റെ മുതലാളിത്ത ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ട്രംപ് ആക്ഷേപിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനല്ല യഥാർത്ഥത്തിൽ മംദാനി. പക്ഷേ മംദാനി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഭക്ഷണം ഉറപ്പാക്കുക, അവരുടെ പാർപ്പിടം ഉറപ്പാക്കുക, സാധാരണക്കാർക്ക് മിനിമം കൂലി ഉറപ്പാക്കുക, അതിസമ്പന്നർക്ക് അധിക നികുതി ഏർപ്പെടുത്തുക തുടങ്ങി പലസ്തീൻ വിഷയത്തിലടക്കം ട്രംപിന്റെ നയങ്ങൾക്ക് അടിമുടി വിരുദ്ധനായ ഒരാളാണ്. 34 വയസ്സ് മാത്രമുള്ള ഇന്ത്യൻ വംശജനായ ചെറുപ്പക്കാരനാണ്, മുസ്ലിം മതവിശ്വാസിയാണ്. അങ്ങനെ പല കാരണങ്ങളാൽ ട്രംപിന്റെ കടുത്ത എതിരാളിയായി മാറുകയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ നേരിട്ട്, ട്രംപ് അല്ല അവിടെ മത്സരിക്കുന്നെങ്കിലും ഇപ്പോൾ മംദാനിയും ട്രംപും തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രതീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ട്രംപ് അറ്റകൈ പ്രയോഗമടക്കമാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്നായി ഇന്നലെ നടത്തുന്നത്. ഇപ്പോൾ അവിടെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ട്രംപ് പറഞ്ഞത് ഇവിടെ മംദാനിയാണ് ജയിക്കുന്നതെങ്കിൽ ഈ ന്യൂയോർക്ക് സിറ്റിക്കുള്ള വിഹിതം, ഫെഡറൽ വിഹിതം ഏറ്റവും കുറവ് എത്രയാണോ അതിൽ നിന്ന് ഒട്ടും കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുണ്ടാവില്ല. അത് ന്യൂയോർക്ക് സിറ്റിക്ക് സാമ്പത്തികമായും സാമൂഹ്യമായും വലിയ മോശമായിരിക്കും ഉണ്ടാകുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റായ മംദാനിയെ ജയിപ്പിച്ചാൽ അത് ന്യൂയോർക്ക് സിറ്റിയിൽ ദുരന്തമായിരിക്കും എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതേ ഭാഷയിൽ തന്നെയാണ് മറുപടി നൽകിയത് മംദാനിയും. അങ്ങനെ ന്യൂയോർക്കിന്റെ ഫെഡറൽ വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ട്രംപിന് കഴിയില്ല. അത് അങ്ങനെ വെട്ടിക്കുറയ്ക്കൽ തീരുമാനവും
തീരുമാനവുമായി മുന്നോട്ട് പോയാൽ അതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. വലിയ തോതിൽ ന്യൂയോർക്ക് നഗരത്തിലെ സാധാരണക്കാരായ ഇടത്തരക്കാരായ മനുഷ്യരുടെ എല്ലാം പിന്തുണ മംദാനിക്കുണ്ട്. ട്രംപ് മംദാനിയെ പരാജയപ്പെടുത്താൻ വേണ്ടി സ്വന്തം പാർട്ടിയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ തള്ളിക്കൊണ്ട് അദ്ദേഹം ആൻഡ്രൂ ക്യൂമോയ്ക്കാണ് പിന്തുണ നൽകിയിരിക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് പ്രാഥമിക റൗണ്ടിൽ പരാജയപ്പെടുകയും മുൻ ഗവർണറായിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്ന ക്യൂമോയ്ക്കാണ് പിന്തുണ നൽകിയിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാലും വേണ്ടിയില്ല, മംദാനി വിജയിക്കരുത് എന്നുള്ള കടുത്ത വാശിയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. നാളത്തോടുകൂടി അതിൻ്റെ ഫലം അറിയാൻ കഴിയുമെന്ന് പ്രവചിക്കപ്പെടുന്നു. അവിടെ മംദാനിയാണ് വിജയിക്കപ്പെടുന്നതെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കെതിരെയും ഉള്ള അമേരിക്കൻ ജനതയുടെ കടുത്ത വിധിയെഴുത്തായി അത് മാറും. മറിച്ച് മംദാനി പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും ട്രംപിൻ്റെ ആശയങ്ങൾക്കും നയങ്ങൾക്കുമുള്ള അംഗീകാരമായും അത് വിലയിരുത്തപ്പെടും. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. ലോകം ന്യൂയോർക്കിലേക്ക് ഉറ്റുനോക്കുമ്പോൾ രാജ്യം ബീഹാറിലേക്കാണ് നോക്കുന്നത്. ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ സമാപനം. 121 മണ്ഡലങ്ങളിലെ വോട്ടർമാർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. ദേശീയ നേതാക്കളെ അണിനിരത്തിയ റോഡ് ഷോയും മണ്ഡലങ്ങളിലെ റാലിയുമൊക്കെയായി ഹൈ വോൾട്ടേജിലായിരുന്നു കലാശക്കൊട്ട്. പോളിംഗ് ശതമാനം ഉയർത്താൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. NDA 160 സീറ്റിലധികം നേടി അധികാരത്തിലെത്തുമെന്ന് അമിത്ഷാ അവകാശപ്പെട്ടു. അതേസമയം തൊഴിൽ രഹിതരുടെ സംസ്ഥാനമായി ബീഹാറിനെ മാറ്റിയത് നിതീഷ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. മാറ്റത്തിന്റെ അലയൊലികളാണ് ബീഹാറിലാകെയെന്ന് തേജസ്വി യാദവ് പ്രതികരിച്ചു. വിവരങ്ങളുമായി മനു ഭരത്. മനു, പ്രചാരണ ഘട്ടത്തിലുടനീളം ഈ വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ അവസാന നിമിഷം വരെയും ഉണ്ടാവുകയാണ്. ഒടുവിൽ എന്താണ് സംഭവിക്കുക എന്നതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഈ ആദ്യ ഘട്ടം എത്രത്തോളം നിർണായകമാണ്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം നിർണായകമാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആദ്യഘട്ടത്തിൽ തേജസ്വി ഉൾപ്പെടെയുള്ള പ്രമുഖർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. രണ്ടാമത്തെ കാര്യം, ആദ്യഘട്ടത്തിലെ പ്രകടനം BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിൽ ഒരു നിർണായക പങ്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു നിർണായക പങ്ക് വഹിക്കും. കാരണം കഴിഞ്ഞ തവണ ഈ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ RJDക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങി പ്രചരണത്തെ നയിക്കുന്ന ഒരു കാഴ്ചയാണ് ബീഹാറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രി താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായൊക്കെ സംവദിച്ചു. മേരെ ബൂത്ത് സബ്സെ മസ്ബൂത്ത് എന്ന ഒരു മുദ്രാവാക്യം, അതായത് എൻ്റെ ബൂത്താണ് ഏറ്റവും ശക്തമായ ബൂത്ത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം, ഒരു മുദ്രാവാക്യം നേരത്തെ BJP ഉയർത്തിയിരുന്നു. അതെന്ന് പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പദ്ധതിയിൽ അവരുമായി സംവദിച്ചത്. അതേസമയം അമിത്ഷാ ഇന്ന് 3 റാലികളിൽ പങ്കെടുത്തു. രാജ്നാഥ് സിംഗ് ആകട്ടെ ഇന്ന് 5 ഇടങ്ങളിൽ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും 3 പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അതുപോലെ BJP അവരുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അവിടെ പ്രചരണത്തിനായി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ, ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ അവിടെ ഇന്ന് പ്രത്യേക റോഡ് ഷോ പലയിടങ്ങളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ 121 മണ്ഡലങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളാണ്. 1314ഓളം സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആദ്യഘട്ടം എന്നത് എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ്. ബീഹാറിൻ്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ നിശബ്ദ പ്രചരണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ ആദ്യഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് BJPയുടെ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് സാമ്രാട്ട് ചൗധരി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തേജസ്വി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. സഹോദരൻ തേജ് പ്രതാപ് യാദവ് ലാലുമൊക്കെ ഉടക്കി വേറൊരു പാർട്ടി എന്ന നിലയിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിധിയും ജനവിധിയും ഈ ആദ്യഘട്ടത്തിലാണ് നിർണ്ണയിക്കുന്നത്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്, സോഷ്യൽ മീഡിയയുടെ.
വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലം സുപ്രീം കോടതിക്ക് പിന്നാലെ വൻതാരയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി സൈറ്റ്സ്. ലോകമെമ്പാടുമുള്ള അപൂർവ ഇനത്തിൽപ്പെട്ട വന്യജീവികളുടെ വ്യാപാരം നിരീക്ഷിക്കുന്നതിനുള്ള ഉടമ്പടിയാണ് ദ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ അഥവാ സൈറ്റ്സ്. വൻതാര മൃഗസംരക്ഷണ രംഗത്ത് പുതിയ മാതൃക സൃഷ്ടിച്ചെന്ന് സൈറ്റ്സ് ചൂണ്ടിക്കാട്ടി. വൻതാരയിൽ ആധുനിക സൗകര്യങ്ങളും മികച്ച വൈദ്യ പരിപാലനവും ലഭ്യമാണ്. സൈറ്റ്സ് എക്സ്പോർട്ട് അല്ലെങ്കിൽ റീ എക്സ്പോർട്ട് പെർമിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് വൻതാരയുടെ പ്രവർത്തനം. പെർമിറ്റ് ഇല്ലാതെ ഒരു മൃഗത്തെ പോലും വൻതാര ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. വാണിജ്യ ലക്ഷ്യങ്ങളോടെ മൃഗങ്ങളുടെ ഇറക്കുമതിയോ വിൽപ്പനയോ നടത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്നും സൈറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മാവേലിക്കര ചെട്ടിക്കുളങ്ങര പൈറ്റേത്ത് തയ്യിൽ വീട്ടിൽ ചന്ദ്രികാമ്മ അന്തരിച്ചു. ചെന്നിത്തല മഹാത്മാ സ്കൂൾ അധ്യാപികയായിരുന്നു. 78 വയസ്സായിരുന്നു. ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രൻ മകനാണ്. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും. കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ വികസനം അതിൽ ഉൾപ്പെടുന്നു. കൊല്ലം ചെങ്കോട്ട റോഡ്, അതിന്റെ വികസനം നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയൊരു മുന്നേറ്റമാണ് ഈ ഗതാഗത മേഖലയിൽ, ഈ ജലഗതാഗതവും ഗതാഗത മേഖലയിൽ നമുക്ക് സംഭവിക്കാൻ പോണം. അവസാനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പദ്ധതി ശബരിമല റെയിൽ പദ്ധതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്തതിന്റെ ഫലമായിട്ട് 50% പണം കിഫ്ബി നൽകിയാൽ ആ പദ്ധതി നടക്കും എന്നുള്ള ഒരു ലെവലിലേക്ക്, ഒരു സ്ഥിതിയിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കിഫ്ബിയുടെ ഈ മേഖലയിലുള്ള അതിന്റെ ചുവടുവെപ്പ് നോക്കുമ്പോൾ പടിഞ്ഞാറ് കോസ്റ്റൽ ഹൈവേ, ഏതാണ്ട് അല്പം കിഴക്കോട്ട് നാഷണൽ ഹൈവേ, കിഴക്കൻ കവചമായിട്ട് ഹിൽ ഹൈവേ, വെസ്റ്റ് കോസ്റ്റ് കനാൽ, ഔട്ടർ റിംഗ് റോഡ്, നമ്മുടെ MC റോഡ്, കൊല്ലം ചെങ്കോട്ട റോഡ്, ശബരി റെയിൽ. നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഇത്രയധികം കാര്യങ്ങൾ കേരളത്തിൽ 5-6 കൊല്ലത്തിനകത്ത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ കേരളം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 100 കൊല്ലത്തേക്ക് ഉള്ള പുരോഗതിക്ക് സജ്ജമായിട്ടിരിക്കും. അതിന് കാരണമായത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിന്റെ ഈ ഗവൺമെന്റും അതുപോലെ തന്നെ 2016 മുതൽ 2021 വരെയുള്ള സർക്കാരാണ്. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പലരും, കിഫ്ബിയുടെ കടം നിലനിൽപ്പുള്ളതാണോ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഈ ചോദ്യം ഒരുപാട് പ്രാവശ്യം കേൾക്കേണ്ടത് വന്നിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചും 2 വാചകം ഇവിടെ പരാമർശിക്കുന്ന ഉചിതമാകുമെന്ന് കാണുന്നു. ഇത് യുക്തിസഹമായ ഒരു ചോദ്യമാണ്. കടമെടുക്കുന്നത് യാദർശികമല്ല, ഉറപ്പുള്ള ഒരു വരുമാന സ്രോതസ്സിന്റെ പുറത്താണ് കടമെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സ്ലൈഡിൽ വരുന്നത് കിഫ്ബി ഉപയോഗിക്കുന്ന അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു അവതരണമാണ് നിങ്ങളിപ്പം നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ കാണുന്നത്. അതിന് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് മോഡൽ എന്ന് പറയും. അത് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതിൽ നമ്മൾ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എടുത്ത് ബാലൻസ് ചെയ്ത് അത് 3 കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തും. അതായത് ദ്രവ്യത, കടസേവനം, അതായത് ഡെറ്റ് റീപേയ്മെന്റ് എബിലിറ്റി, ഫണ്ട് വിനിയോഗം, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അപ്പോൾ ഒരു യൂണിഫൈഡ് വ്യൂ, എപ്പോഴെങ്കിലും കടമെടുക്കുക, തോന്നുമ്പം കൊടുക്കുക എന്നുള്ളതല്ല, ഒരു യൂണിഫൈഡ് വ്യൂ എടുത്ത് മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കിഫ്ബിക്ക് ഉള്ളത്.
ഇപ്പം 3 ഘടകങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ സംയോജിത സാമ്പത്തിക ഒരു ഡേറ്റാ സിസ്റ്റമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിച്ചുള്ള പ്രവചന മാതൃകയുണ്ട് കിഫ്ബിക്ക്. അതുപോലെ തന്നെ നിയമാധിഷ്ഠിത അസറ്റ് ലയബിലിറ്റി സിമുലേഷൻ, അതായത് നമുക്കിപ്പം അല്പം പണം വരാൻ കുറവ് വന്നാൽ നാളെ എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളത് കാണിക്കുന്ന ഒരു വാട്ട് ഇഫ്, അതിന് എഞ്ചിനീയറിംഗിൽ സിമുലേഷൻ മോഡൽ എന്ന് പറയും, അതും നമ്മുടെ പക്കം ഉണ്ട്. കിഫ്ബി ഇതിന്റെ എല്ലാം ഫലമായിട്ട് ഗവൺമെന്റ് തരുന്ന പരിപൂർണ പിന്തുണയുടെ ഫലമായിട്ട് ഇന്ന് കിഫ്ബിയുടെ നാഷണൽ റേറ്റിംഗ് AACE എന്ന് പറയും. AA ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് എന്നാണ് CE എന്നുള്ള വാക്കിന്. അപ്പൊ നമ്മൾ AA ബോണ്ട് റേറ്റിംഗ് ലഭിച്ച ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ടേം ലോൺസ് എടുക്കണമെങ്കിൽ നമുക്ക് A+ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് CE റേറ്റിംഗ് കിട്ടിയതെന്ന്. ഓൾമോസ്റ്റ് AAA തൊട്ട് താഴെയുള്ള ഒരു നിലവാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത 25 വർഷങ്ങൾ എങ്ങനെയാകും എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുകയില്ല. തീർച്ചയായിട്ടും കിഫ്ബിക്ക് തുടർന്നും നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകാൻ കഴിയും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പക്ഷെ ഇത്തവണ അതിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഇനി 2 കരുത്തുറ്റ കിഫ്ബി സഹോദര സ്ഥാപനങ്ങളും കൂടി ഉണ്ടാകുമെന്നാണ് തീർച്ച. ഒന്ന് കിഫ്കോൺ, കേരള ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് വളരെയധികം പ്രോജക്ട്സ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കൊച്ചി സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് വളരെ വിജയകരമായിട്ട് കിഫ്ബിയുടെ 25ാം വാർഷിക ആഘോഷ ചടങ്ങുകളാണ് നടക്കുന്നത്. കിഫ്ബി CEO ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ലൈവ് 6 പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം.